ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസധീരതയെ ധ്യാനിക്കാം. ഇന്നത്തെ ആദ്യ വായന നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആത്മീയതയാണ്. വിശ്വാസത്തിനെതിരായി പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് മഹത്വമെന്ന് ഭൂമിയെ പഠിപ്പിച്ച ഒരമ്മ. 2 മക്കബായരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഒരമ്മ നടത്തുക. ജീവിക്കുന്ന ദൈവത്തെ നിഷേധിക്കുന്നതിനേക്കാൾ, അവൻ്റെ പ്രമാണങ്ങൾ, ചട്ടങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ 7 മക്കളെയും പാപം ചെയ്യാതെ മരിക്കുവാൻ സഹായിക്കുന്ന ഒരമ്മ. ഇത്രമാത്രം വിശ്വാസത്തിൽ എങ്ങനെയാണ് ആഴപ്പെടാൻ കഴിയുക? സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ധീരമായ വിശ്വാസത്തിന് സാക്ഷികളാകുവാനുള്ള ക്ഷണമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. അവിടെ ദൂരദേശത്തേക്ക് പോകുന്ന പ്രഭു ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് 10 താലന്തും 5 താലന്തും 1 താലന്തും ഒക്കെ നൽകി കടന്നു പോകുന്നു. 10 ലഭിച്ചവൻ 10 കൂടി സമ്പാദിക്കുന്നു. 5 ലഭിച്ചവൻ വീണ്ടും 5 കൂടി സമ്പാദിക്കുന്നു. എന്നാൽ 1 ലഭിച്ചവൻ അത് നിലത്ത് കുഴിച്ചിട്ട് തിരികെ വന്നപ്പോൾ അതേ നാണയം പ്രഭുവിനെ ഏൽപ്പിച്ചു. യേശു ഈ ഉപമ പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്തെന്നോ, സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾക്കനുസൃതമായി നാം അധ്വാനിക്കുകയും അതിന് നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. നമ്മുടെ കഴിവിനും ശക്തിക്കും അതീതമായി നമുക്ക് നൽകപ്പെടാത്ത താലന്തുകളെക്കുറിച്ച് ദൈവം പ്രതിസമ്മാനം ചോദിക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഫലം നൽകിയാൽ മാത്രം മതി. യേശു പല പ്രാവശ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്തിമരത്തിൽ നിന്ന് അത്തിപ്പഴമാണ് പ്രതീക്ഷിക്കുക, മുന്തിരിവള്ളിയിൽ നിന്ന് മുന്തിരിയാണ് പ്രതീക്ഷിക്കുന്നത്. മുന്തിരിയിൽ നിന്ന് അത്തിപ്പഴവും അത്തിമരത്തിൽ നിന്ന് മുന്തിരിപ്പഴവും പ്രതീക്ഷിക്കുന്നില്ല. നാം ഏത് വൃക്ഷമാണോ ആ വൃക്ഷത്തിൻ്റെ ഫലം, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപ എന്താണോ അതിൻ്റെ പ്രതിഫലമാണ് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ നാം എത്രമാത്രം വർദ്ധിപ്പിച്ചു എന്ന ചോദ്യം ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. നാം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ബലങ്ങൾക്കനുസൃതമായി ദൈവം ആഗ്രഹിക്കുന്ന നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കടപ്പെട്ടവരാണ് നാം. യജമാനൻ തിരികെ വരുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ബോധ്യത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ക്ഷണവും ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ കൊണ്ട് കൂടുതൽ നന്മ ചെയ്ത് കടന്നു പോകുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.